നമസ്കാരം. ജനം സാധുവിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ ഓണാശംസകൾ. ഇന്നത്തെ വിഷയം വടക്കാഞ്ചേരി നഗരത്തിലെ ട്രാഫിക് ജാമിനെ പറ്റിയാണ്. ഈ വിഷയത്തെപ്പറ്റി വളരെ ആധികാരികമായി ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നത് വടക്കാഞ്ചേരിയിലെ പൊതുകാര്യ പ്രസക്തനും പ്രശസ്ത ടാക്സ് വിദഗ്ധനുമായ ശ്രീ വി അനിരുദ്ധനാണ്. സർ, നമ്മുടെ നഗരത്തിൽ വളരെ കാലങ്ങളായി നിരന്തരമായി ട്രാഫിക് ജാമാണ്. ചില ദിവസങ്ങളിൽ ഉത്രാളി ക്ഷേത്രം മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ എത്താൻ 45-50 മിനിറ്റാണ് എടുക്കുന്നത്. നമ്മുടെ നിയമപാലകരും ഹോം ഗാർഡ്സും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളെല്ലാം ഉണ്ടെങ്കിലും വാഹന ഗതാഗതത്തിൻ്റെ തടസ്സത്തിന് ഒരു കുറവുമില്ല. ഇടയ്ക്കിടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടുന്നുണ്ടെങ്കിലും ഇതിനൊന്നും യാതൊരു പരിഹാരവും കാണാൻ നമുക്ക് കഴിയുന്നില്ല. ഇതിനെപ്പറ്റി ഇക്കാര്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അങ്ങേക്ക് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം ഒരു ഭരണമില്ല, ഭരണ നേതാക്കളില്ല, കാര്യങ്ങൾ നിയന്ത്രിക്കാനോ കൺട്രോൾ ചെയ്യാനോ ആരുമില്ല. കുറേ ജനസഞ്ചയം മാത്രമാണ് ഇവിടെ ഉള്ളത്. അത് മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും RTO അംഗങ്ങളാണെങ്കിലും ഇവരെല്ലാവരും ഒന്നിച്ചിരുന്നു കൂടി എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്ത് ഇറങ്ങിപ്പോകുന്നതല്ലാതെ വേണ്ടുന്ന ഒന്നും ചെയ്യുന്നില്ല. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി തിരിയുന്നു, വാഴാനിൽ നിന്ന് വണ്ടി വരുന്നു, നേരെ അങ്ങോട്ട് പോകുന്ന വണ്ടി അവിടെ നിർത്തേണ്ടതായിട്ട് വരുന്നു. ഇത്തിരി അങ്ങോട്ട് മാറിയാൽ ഓട്ടുപാറ ജംഗ്ഷനിൽ അവിടുന്ന് വണ്ടി വരുന്നു, അങ്ങോട്ട് തിരിയണു ഇങ്ങോട്ട് തിരിയണു. ഇതൊക്കെയാണ് ഇവിടെ ആകെ ജാമാവുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കി ജാമാവുന്ന കാര്യം അതാണ്. ഇത് ഒഴിവാക്കാനായിട്ട് ഇവർ ഒന്നും ചെയ്യുന്നില്ല. അല്പം കാര്യം ചെയ്താൽ മതി. വടക്കാഞ്ചേരിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വണ്ടി കുറാഞ്ചേരിയിൽ നിന്ന് തിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുക. പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് നിന്നും പോലീസ് സ്റ്റേഷനകത്തുകൂടി ഒരു റോഡും കൂടി കിടക്കുന്നുണ്ട്. ആ റോഡ് ഒന്ന് വികസിപ്പിച്ച് അതിൻ്റെ ഇടപെട്ട് ആ ഒരു കട്ട് റോഡിൻ്റെ കൂടെ ആ കട്ട് റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുമ്പളങ്ങാട് സൈഡിലേക്ക് പോകേണ്ട റോഡ് വണ്ടികൾ അതിലേ പോകണം. ചെറുവണ്ടി അതിലേ പോകണമെന്ന് പറഞ്ഞാൽ കുറേ കൺജഷൻ ഇവിടെ ഒഴിവാകും. ഇതുകൂടാതെ ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോകേണ്ടതും കുന്നംകുളം ഭാഗത്തേക്ക് പോകേണ്ടതും ബൈപ്പാസ് വഴി പോകാൻ പറയാം. ബൈപ്പാസ് വഴി പോകാൻ പറഞ്ഞാൽ കുന്നംകുളത്തേക്ക് പോകേണ്ട ലെഫ്റ്റ് തിരിഞ്ഞ് പോകാം, റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടുപാറയില ആ കൺജഷൻ ഒഴിവാക്കാം. എങ്കക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾ നേരെ തിരിഞ്ഞ് ഷൊർണൂർക്ക് പോകേണ്ടത് നേരെ അതിലൂടെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് മാരാത്തോന്ന് വഴി അങ്ങോട്ട് പോകാൻ പറയാം. തൃശ്ശൂർ ഭാഗത്തേക്ക് പോകേണ്ടത് ഇതിലേ പോരാൻ പറ്റും. അപ്പൊ ഇടതുവശം തിരിഞ്ഞിങ്ങോട്ട് പോരാൻ പറ്റും. ഇത്രയും ചെയ്താൽ ഇവിടെ ഒരു കൺജഷനും ഇല്ല. റോഡ് സൈഡിൽ കംപ്ലീറ്റ് വാഹനമാണ്. ആ ഒരു നടുക്ക് ഒരു വര വരച്ച് വെച്ചിട്ടുണ്ടല്ല, ഈ വര വരച്ച് വെച്ചിരിക്കുന്ന വടക്കാഞ്ചേരി ശല്യമാണ്. കാരണം ആ വരയുടെ ഇപ്പുറത്ത് മുഴുവൻ വണ്ടിയാണ്. കൂടാതെ ബസ് ഓടുമ്പോഴത്തേക്ക് ആൾക്കാരെ കുളിക്കാൻ പോയാൽ വിളിച്ചു കയറ്റി കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം. കേച്ചേരി ഭാഗത്തേക്ക് പോകേണ്ട വണ്ടികൾ എന്തിനാണ് ഈ ഇതിലേ കൂടി പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്? ആ ഭാഗത്തേക്ക് പോകേണ്ട വണ്ടികൾ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോകേണ്ട വണ്ടികൾ ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ നിന്നും തൃശ്ശൂർക്ക് അങ്ങനെയല്ലേ ചെയ്യുന്നത്. ആൾക്കാർ വന്ന് കയറിക്കുള്ളൂ. ഇതുപോലെയൊക്കെ ചെയ്താൽ ഈ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ യാതൊരു കാരണവശാലും ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല. പക്ഷെ അതല്ല, ഇവിടെ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കണം. ഇപ്പൊ ഈ ഒരു കർഷകത്തിന് പാലം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നാ പാലം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ടോ, ഇങ്ങനെ വരുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ ചെയ്തിട്ട് ജനത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യവും ആലോചിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഭരണ നേതൃത്വം ഇല്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. ഭരണ നേതൃത്വം നന്നായി ചിന്തിച്ച് ഒരു മുൻകാഴ്ചയോടുകൂടി പ്രവർത്തിച്ചാൽ ഇവിടെ യാതൊരു കാരണവശാലും കൺജഷൻ ഉണ്ടാവില്ല. അല്ലാത്തതാണ് എറണാകുളം ടൗണിനേക്കാൾ കൂടുതൽ കൺജഷൻ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അതിനാരെങ്കിലും ചിന്തിക്കുക. ഉദ്യോഗസ്ഥന്മാരോ ജില്ലാ താലൂക്കിന്റെ ഭരണാധികാരി തഹസിൽദാരാണ്, അദ്ദേഹം ഇടപെടുന്നുണ്ടോ? അദ്ദേഹം ഇടപെടുന്നില്ല. ആരും ഇടപെടുന്നില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എല്ലാവരും. എന്തായാലും ജനം ഇതിന് മുന്നോട്ട് ഇറങ്ങിയെങ്കിലും അതൊക്കെ നടക്കുള്ളൂ. അല്ലാണ്ട് നമ്മളെ കൊണ്ടല്ല നടക്കുക. ജനം മുന്നോട്ട് ഇറങ്ങണം. നന്നാവട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ. ജയ് ഹിന്ദ്.